ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, കുറേ മാസങ്ങളായി, ഏകദേശം ഒരു 4-5 മാസമായി ഇപ്പോൾ ഖാലി ചർച്ച. പാണക്കാട് തങ്ങൾ ഖാലിയാകാൻ പറ്റുമോ അല്ലയോ? പാണക്കാട് തങ്ങന്മാരുടെ മേലുള്ള ഈ ആക്ഷേപങ്ങളൊക്കെ പൂക്കോയ തങ്ങളുടെ കാലത്ത് ഭയങ്കരമായ ആക്ഷേപം ഉണ്ടായിരുന്നു. ശേഷം ശിഹാബ് തങ്ങളുടെ പേരിൽ ഏപ്പിക്കാർ ഇനി പറയാൻ ബാക്കി ഒന്നുമില്ല, അത്രയധികം ആക്ഷേപം. ശേഷക്കാലത്ത് ഉമറലി ശിഹാബ് തങ്ങൾ വല്ലാതെ ആക്ഷേപത്തിൻ്റെ ഇത് ഞാൻ വല്ലാതെ കേട്ടിട്ടില്ല. ശേഷക്കാലത്ത് ഹൈദരലിക്കും വലിയ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആക്ഷേപങ്ങൾ ധാരാളമായി ഉണ്ടാവും. ഒരു ഡിബേറ്റിൽ ഞാൻ കേട്ടതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നു. ഒന്നിൽ AP ഉസ്താദ് ഒരു ഭാഗത്ത്, മൗലാന നജീബ് അവർകൾ മറ്റൊരു ഭാഗത്ത്, നടുക്ക് ഇത് പറയുന്ന ഒരു മുസ്ലിയർ ഖാദിക്ക് വിവരം വേണോ വിവരം വേണ്ടേ, ഇവരെ രണ്ടാളെയും ഉദ്ധരിച്ചാണ് പറയുന്നത്. മറ്റൊരു ഉത്തൻ്റെ ഫോട്ടോ കൂടി അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് താടിയൊക്കെ തിങ്ങിയ ഒരു കറുത്ത താടിക്കാരനായ ഒരു മനുഷ്യൻ. അവനൊരു രാഷ്ട്രീയത്തിലാണെന്ന് തോന്നുന്നു പ്രസംഗിക്കുന്നത്. അവൻ്റെ വീക്ഷണവും പറയുന്നു, നജീബ് മൗലവി അദ്ദേഹത്തിൻ്റെ വീക്ഷണവും പറയുന്നു, AP അവരുടെ വീക്ഷണവും പറയുന്നു. അതിൻ്റെ ഇടയിൽ പാണക്കാട് തങ്ങന്മാർക്ക് ഖാദിയാകാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളതാണ്. ഖാദി ആയിരുന്ന കാലത്ത് ശിഹാബ് തങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു. പൂക്കോയ തങ്ങൾക്കും വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ പള്ളി അവിടെ വന്ന സമയത്ത് ഞാൻ വലിയ ഒരു വയസ്സനാണ്, എനിക്കറിയാം. അതിന് പൂക്കോയത്തങ്ങൾ അത് വരണം, അത് ഉണ്ടാവണം, ഒരു ദേവാലയത്തിനെയും എതിർക്കാൻ പറ്റില്ല എന്നുള്ള നല്ല ഒരു ചിന്താഗതി അക്കാലത്ത് തന്നെ പാണക്കാട് തങ്ങൾക്കുണ്ട്. ഇന്നും അതുണ്ട്. അവർ ഇന്നും കൂടുതൽ ആക്ഷേപങ്ങൾ ഏറ്റുവാകുന്നത് ഒരു ഖാലിയാണെങ്കിൽ പിന്നെ കേക്ക് മുറിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഒരച്ഛൻ കേക്ക് തൊള്ളയിലിട്ടാൽ അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇന്നത്തെ പുതിയ ചർച്ച. എറണാകുളത്ത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷം, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. അതിൽ ഒരു കേക്ക് മുറിച്ചു. ആ കേക്ക് മുറിച്ചതിൽ ഇയാളെ എഴുത്തിക്കാതെ ഇയാളെ വിശ്വാസം ഒന്നായിട്ട് തകർക്കുമോ? അത് എനിക്ക് തോന്നിയിട്ടില്ല തകർക്കുമെന്ന്. നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങനെ കരുതാം. മറ്റൊന്ന്, അയാളൊരു പാട്ട് പാടിയെന്ന പാട്ടൊക്കെ എന്തെല്ലാം പാടും. ഇവിടുത്തെ മൂല്യന്മാർ പാടലില്ലേ, കാലിയന്മാർ പാടലില്ലേ, മുദരിസന്മാർ പാടലില്ലേ, പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ട് മുറുവല ദിയാരി ലൈല ഉഖബ്ബിലുദൽ ജിദാറ വദൽ ജിദാറ വലാ ഹുബ്ബു ദിയാറ ശഗഫ്ന ഖൽബി വലാക്കിൻ ഹുബ്ബു മൻ ശഗഫ ദിയാറ എന്ന പാട്ടൊക്കെ പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് പാടി അന്നത്തെ അറബി സാഹിത്യം പറഞ്ഞു കൊടുക്കലില്ലേ. ഒരാൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു പാട്ട് പാടി, അത് ഓണക്കാലത്ത് പാടി, അല്ലെങ്കിൽ ഇവിടെ ഓണത്തിനോട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടിയാൽ അത് എന്നൊക്കെ എതിർക്കുന്നവർക്ക് ലോകത്തിൻ്റെ സാഹിത്യരംഗമൊന്നും അറിയുകയില്ല എന്നേ അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഖാദിക്ക്, കേരളത്തിലെയും ഇന്ത്യയിലെയും കാണുന്ന ഖാദിക്ക് അതിൻ്റെ ഒരു വിവരം വേണം. അവരുടെ ആ മേഖല കാണാൻ ഖാദി മുജ്തഹിദായിരിക്കണമെന്ന് എല്ലാവർക്കും അറിയും. ഞങ്ങളൊക്കെ വല്ലാതെ ഓതിയില്ലെങ്കിലും ചെറിയ കിതാബൊക്കെ ഓതിയ ആളുകളാണ്. ചെറിയ കിതാബ് മതി അന്ന്. പിന്നെ ചിലരുടെ ആക്ഷേപം എന്താണ്, സാദിഖ് അലിക്ക് വിവരമില്ല, അതുകൊണ്ട് അയാൾ മുഷാവറയിൽ, അതൊക്കെ മീഡിയക്കാർ പറയുന്നത്, അയാൾ മുഷാവറയിൽ ഇന്നങ്ങൾ മുഷാവറയിലാക്കണം എന്നോ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. മുഷാവറക്ക് മുഷാവറയുടെ വിവരം വേണം.
അതിന് ടൈറ്റൽ വേണം, അതുപോലെ തന്നെ ഒരു തഹ്സീൽ വേണം, ഒരു ഇത് വേണം, അത് വേണം എന്നൊന്നും ഇൽമിന് ഇല്ല. മുമ്പത്തെ മുഷാവറാംഗങ്ങൾ മുഴുവൻ ആളുകളും വലിയ വലിയ ഫൈസികളോ അല്ലെങ്കിൽ ഖാസിമികളോ ബാക്കവികളോ ആയിരുന്നില്ല. എല്ലാവരും അതിൽ നിന്ന് ചില ആളുകളെ എനിക്ക് അറിയാം. അവർക്ക് ഒരു ടൈറ്റിലുമില്ല, കുറച്ചേ ഓതിയിട്ടുള്ളൂ. പക്ഷേ അവർക്ക് ലദുന്നിയ ഇൽമുണ്ടായിരുന്നു. വലിയ ഫിഖ് തിരിയുന്നവരായിരുന്നു, നഹ്വ് തിരിയുന്നവരായിരുന്നു, ബലാഗ തിരിയുന്നവരായിരുന്നു, ബാക്കി അതിനോട് ബന്ധപ്പെട്ട അറബി ഗ്രാമർ തിരിയുന്നവരായിരുന്നു. ഫൈസികളിൽ നിന്ന് ഒരു പറ്റം വലിയ വിവരമുള്ളവരുണ്ട്. എന്നാൽ ഫൈസികളിൽ നിന്ന് തന്നെ ഒരു വരി അറബി ഭാഷ നിയമപ്രകാരം വായിക്കാൻ അറിയാത്തവരും ഉണ്ട്. ഞാൻ ആക്ഷേപിക്കല്ല, ഇത് രണ്ടും എനിക്കറിയാവുന്ന കാര്യമാണ്. ആ കോലം സക്കാഫിമാരിൽ നല്ല പണ്ഡിതന്മാരുണ്ട്. ഒരു വരി നേരെ വായിക്കാൻ അറിയാത്ത സക്കാഫിമാർ അതിലുമുണ്ട്. അപ്പോൾ അതിൽ വലിയ കഥ ഉണ്ടോ? ദീനീ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉസ്താദീയത്തിൻ്റെ കീഴിൽ പഠിച്ച് ഇനി അണക്കത് മതി എന്ന് ചില ഉസ്താദന്മാർ പറയുമ്പോൾ അത് മതി. കാരണം അതിൽ നിന്ന് ഓൻ്റെ കൽബിന് വെളിച്ചം കിട്ടും. അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങളുടെ വിവരത്തിനെ, അയാൾ കൈകാര്യം ചെയ്യുന്ന ഖാലി മേഖലയുടെ വിവരത്തിനെ പിന്നെ നിങ്ങൾ ഇത്ര അധികം ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഇപ്പം എൻ്റെ നാട്ടിൽ 6 EK മദ്രസകളുണ്ട്. ഞാൻ ഒരു EK കാരനായ ഒരു സമസ്തക്കാരനാണ്. പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവരോട് കണ്ടാൽ സലാം പറയാതിരിക്കുക എന്നൊന്നും എൻ്റെ സ്വഭാവത്തിൽപ്പെട്ട. ഫൈദ ഹയ്യൂബി തഹയ്യത്തിൻ ഫഹയ്യൂബി അഹ്സനമിന്ന ആരിനെ കണ്ടാലും നബി തങ്ങൾ പറഞ്ഞിട്ട് എന്താണ്, നോക്കാതെ ചന്തിയിൽ ഇറങ്ങിയിട്ട് കൂലു ലായിലാഹില്ല, നിങ്ങൾ ലായിലാഹില്ല പറയും തഫ്ലഹ, നിങ്ങൾ വിജയിച്ചു എന്നാ. അപ്പോൾ പ്രമാണം ലായിലാഹില്ല മുഹമ്മദ് റസൂലുള്ള എന്നാ. ലോകത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളെ കാണാം. ഒരുപാട് എല്ലാവരും മുസ്ലിങ്ങളായിരിക്കും. സ്വർഗത്തിൽ ആര് പോകാതിരിക്കും എന്ന് ഇവിടുത്തെ ഒരു സുജായിക്കും പറയാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുറേ മൂല്യന്മാരുള്ളൊരു നാടാണ്. എല്ലാവരും സുന്നികളാണ്. എന്നാൽ എല്ലാവരും സുന്നികളാകുമ്പോൾ ചിലർ ഒരു ചിന്താഗതിയുണ്ട്, ഭൗതികം തീരെ തിരിയാത്തോലാണെന്ന്. 50 ഡോക്ടർമാരുള്ള സ്ഥലമാണ്, എല്ലാവരും സുന്നികളുമാണ്. അത് അവിടെ എന്താണെന്നോ വെറുതെ ആവശ്യമില്ലാത്ത ഒച്ചപ്പാടുകളൊന്നും ഉണ്ടാക്കില്ല. എല്ലാ നേർച്ചകളും എല്ലാ മൗലൂദുകളും അവൻ്റെ അഭിപ്രായ പ്രകാരം കഴിക്കുന്നവരാണ്. EK വിഭാഗം സുന്നിയിലാണ് അധികവും. APക്ക് ഒരു മദ്രസയുണ്ട്, വളരെ കുറഞ്ഞ കുട്ടികളില്ലേ. ബാക്കി 6 മദ്രസകളിലും ഒരുപാട് മുഅല്ലിമീങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളെ അറിവിനെ നിങ്ങൾ ഇങ്ങനെ തൂക്കാൻ വിചാരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറേ മൂല്യന്മാരുള്ള നാടാണ്, മഹല്ലാണ്. അതിൽ നിന്ന് വലിയ മൂല്യന്മാരുണ്ട്. അത്യാവശ്യം കിതാബൊക്കെ ആവശ്യത്തിന് തിരിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് ഈ അനാവശ്യമായിട്ട് തിരിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഈ സമസ്തയിൽ നടക്കുന്ന ഈ പ്രയാസങ്ങൾ മുഴുവൻ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ തെക്കൻ ജില്ലയിൽ വല്ല കുഴപ്പം അതിലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ 989 തുടങ്ങി, പിന്നെ EK വിഭാഗം വേറൊന്നും AP വിഭാഗം വേറൊന്നുമായി. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടാകണെന്താ? അത് ചില വ്യക്തി താല്പര്യങ്ങളാണ്. അവർക്ക് ആ സ്വഭാവത്തിൽ എന്താണ്, അന്നിപ്പോൾ ഉസ്താദന്മാരെ ധിക്കരിച്ച് അങ്ങ് ഒരു സമസ്ത ഉണ്ടാക്കിയെന്ന് മാത്രമാണ്. ഏത് വലിയ സമ്മേളനങ്ങൾ അവരുണ്ടാക്കിയാലും ആകെ 97 ലക്ഷം മുസ്ലിങ്ങളാണ് കേരളത്തിൽ വസിക്കുന്നത്. ഒരു 90-97 ലക്ഷം. അതിൽ നിന്നൊരു 10-15 ലക്ഷം APക്കും ഒരു 10-30 ലക്ഷം EKക്കും ബാക്കിയുള്ളതൊക്കെ എന്താണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ മുജാഹിദ് ഇങ്ങനെയൊക്കെ ആക്കി പോവുക. പക്ഷെ യാതൊരു സമാധാനവുമില്ലാത്ത ഒരു തർക്കത്തിലേക്ക് ഈ പണ്ഡിത ലോകം കടന്നു എന്നതൊരു വിഷമവും വേജാറുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഒരാളുടെ വിവരം അദ്ദേഹം ഇതുവരെ കാളിയായിട്ട്, ഞങ്ങളെ മഹല്ലിൽ കാളി പാണക്കാട് തങ്ങളാണ്, ഹൈദരലി തങ്ങളായിരുന്നു. അതിൻ്റെ മുമ്പ് ശിഹാബ് തങ്ങളായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളാണ്. വിഷയങ്ങൾ എന്തു വന്നാലും അതിന് തീർക്കാൻ ഈ അമ്പലക്കടവിനെയോ മുക്കം ഉമർ ഫൈസിയെയോ മറ്റുള്ള ഒരാളെയും വിളിക്കാതെ ആ കാര്യങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇവിടുത്തെ കാളി എന്ന് പറഞ്ഞാൽ, കാളി മുജ്തഹിദായ കാളിയുടെ കാലം എന്നോ കഴിഞ്ഞോ. ഒരു ലറൂറത്തിൻ്റെ കാളി എന്ന് നിങ്ങൾ അതിനെ വിലയിരുത്തിയാൽ മതി.
വെറുതെ ആക്ഷേപിക്കേണ്ട. പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഈ കാലി ആയിട്ടുണ്ടെങ്കിൽ കയ്യും കാലും നല്ല വണ്ണം വേണം, വയറ് നല്ല കൂടുതൽ വേണം, തടി വേണം, വലിയ തലീക്കെട്ട് വേണം. അതിൻ്റെ മുമ്പിൽ പിന്നെ ഞാനിന്നാൾ സുഡാനിൽ പോയപ്പോൾ 15 മീറ്ററൊക്കെയാണ് ഒരു സുഡാൻ്റെ തലീക്കെട്ട്. അങ്ങനെ വേണം എന്നൊക്കെ ചിന്തിച്ച ഒരു കാളിയാണെങ്കിൽ അതേതായാലും പാണക്കാട്ട് തങ്ങന്മാരുണ്ടാവില്ല. പാണക്കാട്ട് തങ്ങന്മാർ പറയണം എന്താണെന്ന് വിചാരിച്ചാൽ വഖൂലുലിന്നാസി ഹുസ്ന, നല്ലത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് അയാളൊക്കെ പിന്നെ പരമാവധിയൊക്കെ നല്ലത് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് വെറുതെ അങ്ങനെ അയാൾ മുഷാവറയിൽ എടുക്കാത്തതുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. വിദ്യാഭ്യാസത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ആര്? പാണക്കാട്ട് തങ്ങന്മാർ. അപ്പോൾ അവർ വിദ്യാഭ്യാസ സംവിധാനത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നശിപ്പിക്കരുതേ എന്ന് വിചാരിച്ച് ഹക്കീം ഫൈസലിനോടൊന്നും നമുക്ക് കൂടുതൽ എന്താണെന്നോ വലിയൊരു താല്പര്യമൊന്നുമില്ല ഒരാളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ വളരെ പാളിച്ചകളുള്ള വാക്കുകളാണ്. ഒരിക്കലും സമസ്തയിൽ ഒരു ക്ലീനിങ് വേണം എന്നൊന്നും അയാൾ പറയാനായിട്ടില്ല. അത്രത്തോളം വലുതായിക്കണു എന്ന് ഹക്കീം ആയിക്കണു എന്ന് എനിക്കും തോന്നിയിട്ടില്ല. പക്ഷേ പാണക്കാട് തങ്ങന്മാർ വലിയ നല്ലൊരു വിദ്യാഭ്യാസ സംവിധാനത്തിന് തകർക്കരുതേ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ടവരൊക്കെ എതിർത്തും കണ്ടവർക്കൊക്കെ സ്വർഗം നൽകിയും കണ്ടവർക്കൊന്നും സ്വർഗം കിട്ടൂല എന്ന് പറയുന്ന ഒരു അന്തരീക്ഷവും ഇതൊന്നും പണ്ഡിത വിഭാഗത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതില്ല. പണ്ഡിതന്മാരെ നാവ് പുറത്തു വരുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടായിരിക്കണം അത് വരേണ്ടത്. കൊമരമ്പത്തൂർ ഉസ്താദ് മരിക്കുന്നവരെ, കാരണം കൊമരമ്പത്തൂർ വളരെ സ്ട്രോങ് ഉള്ള ആളായിരുന്നു, കാര്യങ്ങൾ അപ്പം തുറന്നു പറയാൻ. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നതിന് ശേഷമാണ് സമസ്തയിൽ മുഴുവൻ പ്രശ്നം ഉണ്ടായത്. അത് അയാൾ പ്രശ്നക്കാരനായിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കാളി എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ഭയങ്കര തടിയും വണ്ണം വേണം, ഭയങ്കര തലീക്കെട്ട് വേണം എന്നൊന്നും ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ കാളിക്ക് അത്ര ആവശ്യമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു ലറൂറത്തിൻ്റെ കാളിയാണ്. നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനിപ്പോൾ കുറച്ചെങ്കിലും ആളുകൾ സമ്മതിക്കുന്നത് ആര്? പാണക്കാട് തങ്ങൾ പറഞ്ഞാണ്. പാണക്കാട് തങ്ങൾ വിളിച്ചിട്ടാണല്ലോ ഇവിടുത്തെ എല്ലാ അന്തര വിഭാഗങ്ങളും ഒരു മേശയ്ക്ക് ചുറ്റും വരുന്നത്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത് തങ്ങളൊന്ന് വിളിച്ചിട്ടാണ്. കാരണം എന്താണ്? തങ്ങൾ എല്ലാവരോടും സൗഹാർദ്ദത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ തങ്ങൾക്കും കിട്ടൂലാതെ. അപ്പം മനുഷ്യന് വേണ്ടത് ഏറ്റവും വലുതെന്താണെന്നോ സഹകരണമാണ്. ഇപ്പോൾ ഒരു സഞ്ചാരം പറഞ്ഞിട്ട് ഹക്കീമിൻ്റെ കീഴിൽ കടന്നു, എന്താ ഇപ്പോൾ ഈ സഞ്ചരിക്കണു? കാരണം എന്താണ്? തൊട്ടടുത്ത മുജാഹിദിനെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ ഉറച്ച സുന്നിയാട്ടോ, മൗലൂദ് സുന്നിയാണ്, ഹുത്തുബിയത്ത് ഓതുന്നത്. പക്ഷേ അത്രത്തോളം വിരോധം എനിക്ക് മുജാഹിദീങ്ങളോട് നല്ല കെലിമ പറഞ്ഞ ഒരാളോടും ഉണ്ടാവണം എന്നും മനുഷ്യനോട് തന്നെ ഉണ്ടാകണം എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളും പറഞ്ഞിട്ടില്ല. ഔലിയ എന്ന് പറഞ്ഞ വിലായത്തിൻ്റെ അധികാരം കിട്ടികളുടെയൊക്കെ ഹൃദയം തന്നെ വളരെ സോഫ്റ്റായിരുന്നു. ലോകത്തുള്ള മനുഷ്യരോട് അവരൊക്കെ മമതയോടുകൂടെ പെരുമാറിയിരുന്നു. ഈ പിക്കാരൊക്കെ ഉണ്ടാക്കിയ 1980 കാലങ്ങളിൽ 89 കാലങ്ങളിൽ ചെറിയ പ്രശ്നമാണോ? അന്ന് അവർ ശിഹാബ് തങ്ങളുടെ നേരെക്കാണ് തിരിഞ്ഞിരുന്നത്. നമുക്ക് നേരെ അറിയാം. ഇന്ന് അവർ അതിൽ നിന്നൊക്കെ കുറേ മാറി ചിന്തിച്ചു. ലോകത്ത് കുറേ ഇനി അങ്ങനെ ആവാൻ പറ്റൂല. കാരണം അയാൾ അവർക്ക് പണം കൂടി സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ മുമ്പ് അയാൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി കുവൈത്തിൽ വെച്ചൊരു കരാറ് പോലും ഉണ്ടാക്കിയിരുന്നു. നമ്മളെയൊക്കെ ഉണ്ട് അതിൻ്റെ പത്രക്കട്ടിങ്ങും പിന്നെ ഇതൊക്കെ ജമാഅത്തുകാരും ഇയാളും ഇങ്ങനെ നിൽക്കണേ. എന്നാലോ ഇവിടെ വന്ന ഹലോക്കിൻ്റെ ജമാഅത്ത് വിരോധം, മുജാഹിദ് വിരോധം, അക്കാലഘട്ടത്തിൽ തന്നെ ആ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മളൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ വിളിച്ചിട്ടാണ് ഇവരെ കാലിയാക്കുന്നത്. അവർ കാലുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല കാലിയാക്കുന്നത്. ഒരു ലറൂറത്തിൻ്റെ കാലി എന്ന് നിങ്ങൾ അതിനെ സംബന്ധിച്ച് കരുതിയാൽ മതി. കുറച്ച് മനുഷ്യനെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളുകൾ ഇന്ന് പാണക്കാട്ട് തങ്ങന്മാർ പറഞ്ഞാലേ കേൾക്കുള്ളൂ, ബാക്കിയുള്ളവർ പറഞ്ഞാൽ കേൾക്കൂല. ഈ പറഞ്ഞ സമസ്തക്കാരെന്ന് ഒരു മൂല്യര് ചെന്നിട്ട് പറഞ്ഞാൽ കേൾക്കൂല. ഏതെങ്കിലും ചിലപ്പോൾ കേട്ടെങ്കിൽ കേൾക്കും, കേട്ടൂലേ കേൾക്കൂല. കാരണം
എല്ലാ മൗല്യന്മാരും എല്ലാ സമസ്തയിൽ നല്ല ആലിമീകളുണ്ട്. അത് എ പിയിലുണ്ട്, ഇ കെയിലുണ്ട്. എ പിയുടെ സുലൈമാൻ മൗലിയർ, അതുപോലെ തന്നെ ഖലീൽ ബുഖാരി എന്നും ഒരാളെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു ദോഷവും പറയാത്ത നല്ലൊരു മനുഷ്യനാണ്. അയാളുടെ സ്ഥാപനത്തിനെ വലുതാക്കുന്നു എന്നതിലപ്പുറം മറ്റുള്ളവൻ്റെ ഗീബത്തോ നമീമത്തോ ഒന്നും പറയാത്ത പക്വതല്ല മൗലിയരാണ്. എനിക്ക് അയാളോട് ഭയങ്കര താല്പര്യം ഇഷ്ടം. അതുപോലെ തന്നെ എ പി കാന്തപുരത്തിൻ്റെ സുലൈമാൻ മുസ്ലിയാർ, അവരൊക്കെ നല്ല മൗല്യന്മാരല്ലേ. അതുപോലെ തന്നെ ഇ കെയിൽ മുഷാവറയിൽ നല്ല നല്ല ആലിമികളുണ്ട്. പക്ഷേ ചില മൂല്യന്മാർക്ക് ഈ കുത്തിത്തിരിപ്പ് മാത്രം. ഇപ്പോൾ പുതിയ ഒരു NRI ഫൈസി ബാക്കവിയറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഭയങ്കര സംസാരമാണെന്ന് പറഞ്ഞു. കണ്ടുള്ളവരൊക്കെ ഷാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെതിരായ ഒരു കാര്യം നിങ്ങളുടെ വാക്കിൽ നിന്ന് വന്നാൽ ഷാജി അത് പറയും. ഷാജി മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ്. ഷാജിക്ക് അങ്ങനെ നിങ്ങളോടൊരു പ്രത്യേക വിരോധമോ അല്ലെങ്കിൽ വിരോധമില്ലായ്മയല്ല. ഷാജി മുജാഹിദിനെയും പറയും. ലീഗിൻ്റെ എതിരിൽ ആര് സംസാരിച്ചാലും ഷാജി പറയും. അത് ഷാജിയുടെ പാർട്ടിക്ക് എതിരിൽ വന്ന കാര്യം തന്നെയാണ് അയാൾ പറയണം. അതിൻ്റെ വിഷയം അത്രയേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ നീട്ടി പറഞ്ഞാൽ കുറേ അധികം പറയണ്ടാവും. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് വെറുതെ കാലി ആലിമാകണം, ആർക്ക് കാലി ആലിമാകണം എന്ന കാര്യത്തിൽ തർക്കം ഒരാൾക്കും തർക്കമല്ല. പിന്നെ ഒരാൾ അറിവിന് നിങ്ങളാരും ഈ 4 ഒല്ലിട്ട് ഒരു തലി കെട്ടി അയാൾ ഫാൻഡിടുന്നു, അയാൾ ഓണപ്പാട്ട് പാടുന്നു, എന്തെല്ലാം പാട്ടുകൾ ഇവിടെ മൂല്യന്മാർ പാടുന്നു. പാടുന്നതിലൊക്കെ അത് പാട്ടിൻ്റെ ഒരു കല എന്നല്ലാതെ അത് അയാൾ കാലിയരായതുകൊണ്ടൊരു പാട്ട് പാടിയപ്പോൾ ഭയങ്കര തെറ്റ്. പലരും എന്താണെന്ന് കരുതുന്നത്, അതായത് കാലിയാണെങ്കിൽ വലിയ വയറ് വേണം, വലിയ കാലും തടിയും മോറൊക്കെ വീർത്തിരിക്കണം, വലിയ നീണ്ട മുട്ടിൻ്റെ അതുവരെയുള്ള താടി വേണം, അതുപോലെ തന്നെ ഒരു 16 മീറ്ററിൻ്റെ ഒരു ഓയിൽമെൻറ്റ് കെട്ടുകയും ഒരു ഓയിൽമുണ്ട് കെട്ടുകയും ഒരു ഷാളും ഒരിതും വേണം. കാലി ഖുദാത്തിൻ്റെ മസലയൊക്കെ എല്ലാവർക്കും തിരിയുന്നതാണ്. ഈ കേരളത്തിലെ കാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ഏറെക്കുറെ ഒരു വല്ലാത്ത ഫിത്തനയിലേക്ക് അകപ്പെടുത്താത്ത ചെറിയ ആളുകളൊക്കെ, കുറച്ച് ആളുകളെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളായ ഒരു കാലിയാണ് ഇവിടെ ആവശ്യം. അതിന് പാണക്കാട് തങ്ങൾ, ഇപ്പോഴത്തെ തങ്ങൾ ഉത്തമമാണ്. വിവരം ഒക്കെ അയാൾ ചിന്തിച്ചോളും. നിങ്ങളോട് ആരോടും ഒരു മസാല ചോദിച്ചിട്ടും ചോദിക്കേണ്ട ആളോടും അതിൻ്റെ ചർച്ചയും ഒക്കെ അയാൾ നടത്തുന്നുണ്ടാവും. അതിൻ്റെ വിവരമൊക്കെ അയാൾ കരസ്ഥമാക്കിയിട്ടുണ്ടാവും. വെറുതെ അത് പറഞ്ഞ് പൊന്നാരം മൂല്യരെ ഗീബത്ത് കൊണ്ട് എന്താണ് മുസ്ലിംമാരെ നിങ്ങൾക്ക് കാര്യം? വാഹിർ ദഅ്വാന, ഇത് നീണ്ടുപോകും വാഹിർ ദഅ്വാന. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ സാധിക്കലി തന്നെയാണ്. അതിൽ ഒതുങ്ങാനാണ് ഇപ്പോൾ ഉദ്ദേശം. അടുത്ത ഇനി ആരണ കാലിയാക്കണമെന്ന് അപ്പോൾ ചിന്തിക്കാം.